ഇമ്മൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൻ്റെ സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആർക്കിടെക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക, ഏതൊക്കെ മേഖലകളിലേക്കായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അതിന് ക്ലയൻറ്റിനെ എങ്ങനെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവുക, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ടേക്ക് കെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സൈറ്റ് വിസിറ്റ് എന്തായാലും നിർബന്ധമാണ്. കാരണം സൈറ്റ് കണ്ടാൽ മാത്രമാണ് ആ സൈറ്റ് എങ്ങനെയാണ് അതിന്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അറിഞ്ഞാൽ മാത്രമാണ് ആ സൈറ്റിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സൈറ്റ് വിസിറ്റ് നിർബന്ധമാണ്. ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് എന്തായാലും ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ആ ഒരു സൈറ്റ് പ്ലോട്ട് സൈസസ് എങ്ങനെയാണ്, അതിന്റെ ആക്സസ് എങ്ങനെ, റോഡ് ആക്സസ് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് വിൻഡ് ആൻഡ് എയർ സർക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സൺപാത്തും അതിന്റെ ഘടകം തന്നെയാണ്. ഏത് സൈഡിൽ നിന്നാണ് നമുക്ക് വെയിൽ വരുന്നത്, അതുപോലെ എങ്ങനെയാണ് കാറ്റ് ആ സൈറ്റിൽ വീശുന്നത്, ഇതെല്ലാം ഇതിന്റെ ഒരു ബേസിക് എന്താ പറയാ ഡീറ്റെയിൽ അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ചുറ്റുപറ്റം ഉള്ള സൈറ്റുകൾ. നമുക്കിപ്പോ ഫ്യൂച്ചറിൽ നമ്മുടെ സൈറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെ ഭാവിയിൽ ഡെവലപ്മെന്റ് വന്നാൽ അത് നമ്മുടെ വിൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ സൺപാത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടിന്റെ ഡയറക്ഷൻ, ഏത് ഫേസിംഗ് ആയിട്ടാണ് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, നിയറസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ്, അതുപോലെ നമുക്ക് കുടിവെള്ള സോഴ്സ് അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് കിട്ടുന്ന പോയിന്റ്, കിണറാവാം, പൈപ്പ് ലൈൻസ് ആവാം, ഇനി അല്ലെങ്കിൽ കുഴൽക്കിണറാവാം. ഈ ഒരു എന്താണ് സോഴ്സ് അത് നമ്മൾ കണ്ടുവെക്കേണ്ടതുണ്ട്. ബൗണ്ടറീസും അതുപോലെ തന്നെ ആരെയാണ്, ഇതുപോലെ ലീഗൽ പ്രശ്നങ്ങളുള്ള ബൗണ്ടറീസ് ആണോ, അത്തരത്തിലുള്ള ഡീറ്റെയിൽ എല്ലാം ഒരു ആർക്കിടെക്ട് ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യണമെന്ന് ഒരു ബേസിക് എൻക്വയറി നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി പേപ്പർ വർക്ക്സ്, അപ്രൂവൽസ്, ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ ചെക്ക് ചെയ്ത് പോകുന്നതാണോ അതോ അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് പോകുന്നതാണോ? എന്തായാലും ഒരു ആർക്കിടെക്ടിന്റെ ബേസിക് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ബാക്ക് നമുക്ക് കിട്ടുമോ, അതുകൊണ്ട് മറ്റെന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ്, ബൗണ്ടറിന്റെ ബേസിൽ മറ്റ് ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ, ആക്സസിന്റെ കേസിൽ ഉണ്ടോ, റോഡ് ആക്സസ് പലർക്കായിട്ട് ആധാരത്തിൽ പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത റോഡ് ആക്സസ് ഒക്കെ ഉണ്ടോ, അപ്പൊ അതിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ, ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ ആർക്കിടെക്ട് ചെക്ക് ചെയ്യുന്നത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിനു മുമ്പ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഡിസൈൻ എല്ലാം ഫൈനലൈസ് ചെയ്തതിനു ശേഷം ഒരു ലീഗൽ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ പേപ്പർ വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവൽസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരു സൈറ്റിൽ പ്രൈമറി ആയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ സൈറ്റിൽ ചെല്ലുമ്പോഴേ ഇതിന്റെ സർവേ ഡ്രോയിങ്സ്, ആധാരം, കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലൈന്റിനോട് ആവശ്യപ്പെടും. അത് ഇതിനകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടോട്ടാലിറ്റിയിൽ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു പ്രൊജക്റ്റ്, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ആർക്കിടെക്റ്റ് ആയാലും എഞ്ചിനീയർ ആയാലും ഒരു സൈറ്റ് വിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇന്നത്തെ കാലത്ത് കുറേയധികം പ്ലാനുകൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പല രീതിയിൽ നമുക്ക് കിട്ടാനും ഒക്കെ